ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ റെസിപ്പി റാഗി കൊണ്ടുള്ള അപ്പത്തിന്റെ റെസിപ്പിയാണ്. അരിപ്പൊടിയോ അരിയോ ചോറോ ഒന്നും ഉപയോഗിക്കാതെ റാഗി കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തിയായ അപ്പം. അരി കൊണ്ട് തയ്യാറാക്കിയ അപ്പത്തിന്റെ അതേ ടേസ്റ്റിലും മയത്തിലും ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ റാഗി കുതിർത്ത് അരച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത്. കുതിർത്തരയ്ക്കുമ്പോൾ രാഗിയുടെ തൊലി, അതായത് ഉമി, നല്ലതുപോലെ അരഞ്ഞു കിട്ടില്ല. മലബന്ധം പോലുള്ള പ്രശ്നമുള്ളവർക്ക് റാഗി ഇതുപോലെ അരച്ചുപയോഗിക്കാം. അത് നല്ലൊരു ആശ്വാസമായിരിക്കും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ റാഗി നല്ലതുപോലെ പൊടിച്ചിട്ട് അരിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാങ്ങുന്ന പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. റാഗി വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർക്കുകയാണ്. 1 കപ്പ് റാഗിക്ക് 1/2 കപ്പ് തേങ്ങ. അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞോളൂ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് റാഗിയുടെ ചോറാണ് ചേർക്കുന്നത്. അതായത് 1/6 കപ്പ് റാഗി എടുത്ത് ഞാൻ കുക്കറിൽ കുറച്ചേറെ വെള്ളം വെച്ച് വേവിച്ചെടുത്ത ചോറാണിത്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ റാഗി ഇല്ലെങ്കിൽ, റാഗിയുടെ പൊടിയാണുള്ളതെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊടി എടുത്ത് 6 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഒക്കെ നമ്മൾ കുറുക്കിയെടുത്തിട്ട് അത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂണ് ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി, കൂടുതൽ വേണ്ട. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അത് മൂടത്തക്കവണ്ണം വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തെങ്കിലും 1/4 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴേക്കും മൂടിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് മൂടത്തക്കവണ്ണം വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു 6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും അത് റാഗി നന്നായിട്ട് കുതിരാൻ വേണ്ടി വരും. ഇതിപ്പോൾ കുതിർന്ന് കഴിഞ്ഞു. നോക്കൂ, റാഗി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കുക. റാഗി ഇങ്ങനെ കുതിർക്കാനിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ അത് നല്ലതുപോലെ കൂടുതൽ സമയം എടുത്ത് അരയ്ക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ റാഗിയുടെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനിവിടെ മുഴുവൻ റാഗി ചേർത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ സമയം അരയ്ക്കാനെടുക്കുന്നത്. അതിൻ്റെ ഉമി അരഞ്ഞു കിട്ടാൻ കുറച്ച് താമസമുണ്ട്. പൊടിയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം വരില്ല. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ അപ്പത്തിന് കലക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് കലക്കി യോജിപ്പിക്കുക. ഇത് വെള്ളം ഞാൻ കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെള്ളമായിട്ടുണ്ട്. ഇതുപോലെ വേണം വെള്ളം. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഇതൊന്ന് മാവ് പൊന്തി വരാൻ വേണ്ടി വെക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്താ മാവ് ഇത്രയും പൊന്തി വന്നിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചൊക്കെ ഈ 1/2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറൊക്കെ ആയി പോയെന്നിരിക്കും. തണുപ്പ് കാലത്താണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഈ മാവിന് കൂടുതൽ സമയം ഇളക്കി അതിൻ്റെ പത അടക്കണ്ട. അങ്ങനെ പൊന്തി വന്ന മാവ് അങ്ങനെ തന്നെ തവിയിൽ കോരി ചൂടായ ചട്ടിയിലേക്ക് ഒഴിക്കുക. അതുപോലെ തന്നെ ഇത് മിനിമം ചൂടിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. വളരെ വേഗം വെന്ത് കിട്ടും. മിനിമം ചൂട് മതി. സാധാരണ അപ്പം ചുടുന്നതിൻ്റെ അത്രയും ചൂട് വേണ്ട ഇതിന്. നല്ല നടുക്കൊക്കെ വെന്തിട്ടുണ്ട്. നല്ല സൈഡ് മൊരിഞ്ഞ് നടുക്ക് വെന്ത് അതെങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ സൈഡ് ഇത്രയും മൊരിയത്തില്ല. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായി പോയാൽ വേഗം താമസിക്കുവേ. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇത് ദോശ ചട്ടിയിൽ നമുക്ക് കോരി ഒഴിച്ച് ചെറിയ കുട്ടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനാകുമ്പോൾ കുറച്ച് വെള്ളം കുറച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ റാഗിയുടെ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അരിയോ ഗോതമ്പോ വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. റാഗി മാത്രം, അതിൽ തേങ്ങ, ഈസ്റ്റ്, ഇത്ര സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. ഇത്ര ടേസ്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് എപ്പോൾ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കി നോക്കുക. ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ നല്ല ശരീരത്തിന് തണുപ്പ് തരുന്ന നല്ലൊരു സാധനമാണ് റാഗി. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്തിയാണ്. ഒരുപാട് വൈറ്റമിൻസ്, B12 ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള റാഗി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇതുപോലെ അപ്പം ചുട്ട് സാധാരണ കറിയുടെ കൂടെ കഴിക്കുന്നത് പോലെ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.